നമസ്കാരം, ഞാൻ അമലക്ഷി. സിനിമ പഠിക്കണമെന്നും അതിന്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 21ാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ സ്റ്റോറി റൈറ്റിങ്ങിനെ പറ്റിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ പറ്റിയും ഫിലിം ഡയറക്ഷനെ പറ്റിയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കവർ ചെയ്തിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന്റെ അഡ്വാൻസ് ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാരും ഇത്തരത്തിൽ നിങ്ങളുടേതായ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സിനിമയിലേക്ക് കയറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കഥയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 65, 70, 80 സീനൊക്കെയാണ് ഒരു സിനിമയിൽ സാധാരണ വരുന്നത് അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഓരോ സീനുകളും ബെറ്റർ ആക്കാനും, അതായത് ആ ഓരോ സീനുകൾ കാണുമ്പോഴും പ്രേക്ഷകർക്ക് രോമാഞ്ചം കൊള്ളണമെങ്കിൽ ആ സീനുകൾ അത്രയ്ക്ക് ബെറ്റർ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഓരോ സീനുകളും നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ സീനുകൾ ബെറ്റർ ആക്കാനായിട്ട് നിങ്ങൾക്ക് ആ സീനുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന 6 കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾ ഓരോ സീനും എഴുതുന്ന സമയത്ത് ആ ഓരോ സീനിലും ഈ പറയുന്ന 6 കാര്യങ്ങൾ വ്യക്തമായി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ 6 പോയിന്റുകൾ എന്തെല്ലാമാണെന്നും ഇതിന്റെ പ്രയോജനം എന്താണെന്നും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ സീനുകളിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആണ് സീൻ മസ്റ്റ് ഹാവ് എ പർപ്പസ്. അതായത് നിങ്ങൾക്കൊരു തിരക്കഥയുണ്ടെങ്കിൽ ആ ഒരു തിരക്കഥയിൽ കുറേയധികം സീനുകൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ ഓരോ സീനിനും വ്യക്തമായിട്ടൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. പർപ്പസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സീനിലൂടെ നിങ്ങൾ എന്താണോ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഒരു സീനിൽ ഒന്നിലധികം പർപ്പസുകൾ ഉണ്ടായിരിക്കും. അപ്പം എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒന്നാമത്തെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അഡ്വാൻസിങ് എ പ്ലോട്ട്. അതായത് ആ ഒരു കഥയുടെ പ്ലോട്ടിനെ മുന്നിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു പർപ്പസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പയ്യെ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ പയ്യെ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ കാർത്തിയുടെ കഥാപാത്രം തമന്നയുടെ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്ന ഒരു സീൻ ഉണ്ടല്ലേ? അപ്പം ആ ഒരു സീൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സീൻ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു സീനിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ മാത്രമേ ഈ ഒരു കഥ ഈ ഒരു പ്ലോട്ട് മുന്നിലേക്ക് പോവുകയുള്ളൂ അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചാലേ ഇവർ തമ്മിൽ കണ്ടുമുട്ടും. അപ്പോൾ അങ്ങനെ ഇവരെ തമ്മിൽ കണ്ടുമുട്ടിപ്പിക്കുക ആ ഒരു പ്ലോട്ട് അഡ്വാൻസ് ചെയ്യാനാണ്, ആ കഥ മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സീൻ ഉള്ളത്. അതാണ് ആ ഒരു സീനിന്റെ പർപ്പസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു സീനിന്റെ പർപ്പസ് എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഡെവലപ്പിംഗ് എ ക്യാരക്ടർ, അതായത് ഒരു കഥയിൽ അത്യാവശ്യമുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ആ ഒരു കഥാപാത്രത്തെ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത് ആൾക്കാരുടെ ഇടയ്ക്ക് ആ കഥാപാത്രം ആരാണ്, എന്താണ് കഥാപാത്രത്തിന്റെ സവിശേഷത എന്താണ്, ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പർപ്പസ് വരിക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടുള്ള ചിത്രമായിരിക്കും ബാഹുബലി എന്ന് പറഞ്ഞിട്ട്. ബാഹുബലിയിൽ ആ ഒരു ബാഹുബലി ഫസ്റ്റിൽ തന്നെ കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട് അല്ലെ? അപ്പം ആ കട്ടപ്പ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ഇത്തരത്തിൽ പ്രേക്ഷകരോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു ആ കട്ടപ്പയെ കാണിക്കുന്ന ആ ഒരു ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സീനിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കട്ടപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നും അതുപോലെ തന്നെ അദ്ദേഹം ഇത്തരത്തില് ആ ഒരു രാജാവിനോട് വളരെ ലോയൽ ആണെന്നും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീൻ ഇത്തരത്തിൽ ഡയറക്ടർ അവിടെ കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു സീനിന്റെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ നോക്കുകയാണെങ്കിൽ മറ്റൊരു പർപ്പസ് ആണ് എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ്. അതായത് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള അവരുടെ ആ ഒരു ബന്ധം എത്രത്തോളം ആഴമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പർപ്പസിലും നിങ്ങൾക്ക് സീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും, അതായത് മമ്മൂട്ടിയും ശ്രീനിവാസനും കൂടി അഭിനയിച്ചിട്ടുള്ള കഥ പറയുമ്പോൾ എന്ന സിനിമയിലെ. അപ്പൊ അതിനകത്ത് മമ്മൂട്ടിയുടെ അവസാനത്തിൽ ഒരു വളരെ വികാരഭരിതമായിട്ടുള്ളൊരു സ്പീച്ച് ഉണ്ട്. അപ്പൊ ആ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ആ ഒരു സീനിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ഈ പറയുന്ന ബാർബർ ബാലനെ അറിയാമെന്നും അവർ തമ്മിലുള്ള ഒരു ബന്ധം എത്ര സ്ട്രോങ് ആണെന്നൊക്കെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സീനിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു വേൾഡ്, ഇപ്പൊ നമ്മൾ മാർവലിലൊക്കെ പോലത്തെ അങ്ങനെ ഒരു പുതിയ ലോകത്തെ പരിചയപ്പെടുത്താൻ അങ്ങനെ പല പല പർപ്പസ് ഉണ്ട്. ഞാനിപ്പോൾ വളരെ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് ചുരുക്കം പർപ്പസുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാൽ കുറേയധികം പർപ്പസുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സീനിൽ ഏതെങ്കിലുമൊക്കെ പർപ്പസ് ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളിപ്പോൾ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സീനിൽ പ്രത്യേകിച്ച് പർപ്പസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സീൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾ എഴുതി വരുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ കലയിലിരുന്ന് സംസാരിക്കുന്നു. അവരപ്പം വെറുതെ എന്തൊക്കെയോ സംസാരിച്ച് സമയം പോയിട്ട് ഒരാൾ ഇങ്ങോട്ടോ പോകുന്നു, വേറൊരാൾ എങ്ങോട്ടോ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പുതിയ ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആ ഒരു സീനിലൂടെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതുപോലെ ഇത്തരത്തിൽ പുതിയൊരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു സീൻ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ആ സീൻ വേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു സീൻ നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യത്തെ പോയിന്റ് ആണ് സീൻ മസ്റ്റ് ഹാവ് എ പർപ്പസ്. നിങ്ങൾ എഴുതുന്ന
ഓരോ സീനിനും വ്യക്തമായ കാരണം ഉണ്ടായിരിക്കണം. എന്തിനാണ് ആ സീൻ അവിടെ വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ആണ് ഹാവ് എ സ്ട്രോങ് ഓപ്പണിംഗ്. അതായത് നിങ്ങളുടെ തിരക്കഥയിൽ ഒരു സീൻ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആ ഒരു സീൻ എന്തായാലും ഒരു പർപ്പസ് ഉണ്ടല്ലേ. അപ്പൊ ആ ഒരു പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ശക്തമായിട്ട് അതിന് യോജിക്കുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നിങ്ങൾ അവിടെ കൊടുക്കണം. അതായത് എന്താണോ ആ ഒരു സീനിന്റെ ടോണ്, ആ ടോൺ മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ആ ഒരു ഓപ്പണിംഗ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സ്ട്രോങ് ഓപ്പണിംഗ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അതായത് രാത്രിയാണ്, ഒരു സ്ത്രീ തനിച്ച് ഒരു ഫ്ലാറ്റിന് താഴെയുള്ള ഒരു കാർ പാർക്കിലൂടെ നടന്നു വന്നിട്ട് കാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സീനാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് എങ്ങനെ സ്ട്രോങ് ഓപ്പണിംഗ് കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സ്ത്രീ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോങ് ഓപ്പണിംഗ് ഒന്നും അല്ല, വെറുതെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു സ്ത്രീ വന്ന് കാർ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ഷൂട്ട് ചെയ്യാം. എന്നാൽ അതിന് പകരം സ്ട്രോങ് ഓപ്പണിംഗ് കൊടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ത്രീ നടന്നു വരുന്ന സമയത്ത് അവർ വളരെ സാവധാനം നടന്നു വരുന്നു. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ അവരുടെ ആ ഒരു ഷൂസിന്റെ സൗണ്ട് അവിടെ തട്ടിയിട്ട് എക്കോ കേൾക്കുന്നു. അപ്പം വളരെ സൈലൻസിൽ ഇവരുടെ മാത്രം എക്കോ. അപ്പൊ ഇവരിങ്ങനെ തനിച്ച് നടക്കുകയാണ് അല്ലേ. അങ്ങനെ അതുപോലെ തന്നെ ഇവർ ആ ഒരു ആ കാറിന്റെ അടുത്തേക്ക് വരികയാണ്. അവിടെയും ആരും തന്നെ ഇല്ല. അതുപോലെ തന്നെ അവിടുത്തെ ലൈറ്റ് ഡിമ്മാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്ന സമയത്തും പ്രേക്ഷകർക്കുള്ളിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ്? അതായത് ഈ സ്ത്രീക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റും, അല്ലെങ്കിൽ ഇവരെന്തോ അപകടത്തിലാണ്, ഇവർ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീൽ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അവരിങ്ങനെ പ്രേക്ഷകരിങ്ങനെ ആകാംക്ഷയോടുകൂടി ആ ഒരു സീനിലേക്ക് നോക്കിയിരിക്കും. ഇപ്പൊ ഇവർക്ക് എന്ത് പറ്റും, ഇപ്പൊ ഇവർക്ക് എന്ത് പറ്റുമെന്ന്. ശരിക്കും ആ ഒരു സീനിൽ അവർക്ക് പറ്റേണ്ട ആവശ്യമില്ല. അത് ആ സീനിന്റെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്നിരുന്നാൽ പോലും ആ തുടക്കം തന്നെ ഇത്തരത്തിൽ ഈ ഒരു സൗണ്ട് എഫക്ട്സും ഇതിലൂടെ ബിജിഎമ്മും ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്ത് അവരുടെ ആ ഒരു അറ്റൻഷൻ പിടിച്ചു വെക്കാനായിട്ട് പറ്റും. ഇതൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ എക്കോയോ ഈ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു തനിയെ വരുന്നൊരു ഫീലും ബിജിഎമ്മും ഒന്നും ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകർക്ക് അത്രയും ഒരു അറ്റൻഷൻ കിട്ടുകയില്ല. അപ്പൊ ഈ ഒരു കേസിൽ സീൻ തുടങ്ങിയ സമയത്ത് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നു ഈ സ്ത്രീ എന്തോ അപകടത്തിലാണ്. അപ്പം അവർക്ക് എന്ത് പറ്റുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ പ്രേക്ഷകൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ എന്തായാലും ആ ഒരു സീനകത്ത് ഒരു പർപ്പസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു പർപ്പസിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പോയി മീറ്റ് ചെയ്യാൻ പറ്റും. ആ പർപ്പസ് എന്ന് പറയുന്നത് ആ പർപ്പസിനോട് യോജിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചും ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ നമ്മൾ ആ ഒരു സ്ത്രീ അപകടത്തിലാണെന്നുള്ളൊരു സൂചന കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷൻ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടാണ് ആ ഒരു പർപ്പസിലേക്ക് നമ്മൾ പോകുന്നത്. എന്നാൽ ഇനി ഇതേ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു സീൻ തുടങ്ങുന്ന സമയത്ത് ശക്തമായിട്ട് ഓപ്പണിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. പകരം ഇത്തരത്തിൽ വളരെ പീസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരു സീൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. പകരം നോർമലായിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് അവിടെ സസ്പെൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥലത്ത് വലിയൊരു ക്രൈം നടക്കുകയോ അല്ലെങ്കിൽ വലിയൊരു സംഭവം നടക്കുകയും ചെയ്യുന്നത്. അത് പ്രേക്ഷകരെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ സീനിൽ ആ ഒരു സ്ട്രോങ് ഓപ്പണിംഗ് കൊടുത്തിട്ട്, അതായത് പ്രോപ്പർ ആയിട്ടൊരു എക്സ്പെക്ടേഷൻ കൊടുത്തിട്ട് അവിടെ നിന്ന് കറക്റ്റ് ആ ഒരു ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്ത് പോകണമോ, അതോ സ്ട്രോങ് ഓപ്പണിംഗോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെ ഇത്തരത്തിൽ നോർമലി കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആ ഒരു സസ്പെൻസ് കൊടുക്കണം എന്നുള്ള കാര്യം. അടുത്ത പോയിന്റ് ആണ് ഷോ ഡോണ്ട് ടെൽ. അതായത് നിങ്ങളുടെ സീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് എന്തായാലും പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിനിമ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ മീഡിയമാണ്. അതായത് പ്രേക്ഷകനെ കണ്ടുകൊണ്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് സിനിമ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങളുടെ തിരക്കഥ എഴുതുന്ന സമയത്തും അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്കൊരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു കഥാപാത്രത്തെ കൊണ്ട് ആ ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ഓക്കെ, എന്നാൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും വളരെ ബെറ്റർ ആണ് നിങ്ങൾക്ക് മാക്സിമം കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ KGF ഒരു സീൻ പറയാം. അതായത് KGF 2 നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സീൻ ആയിരിക്കും. ഇത്തരത്തിൽ റോക്കി ഇത്തരത്തിൽ ആ ഒരു ഷെട്ടിയുടെ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. ഷെട്ടിയുടെ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഷെട്ടി തന്നെ ഇത്തരത്തിൽ തന്റെ ആ ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് റോക്കി എടുക്കാൻ പറയുന്നുണ്ട്. റോക്കി കസേര എടുത്തോളൂ, ഈ കസേര നിന്റേതാണെന്നെല്ലാം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇത്തരത്തിൽ റോക്കി ചെയ്യുന്നത് എന്താണ്, ആ ഒരു കസേരയുടെ അപ്പുറത്ത് മറ്റൊരു കസേര വലിച്ചിട്ടിട്ട് ആ കസേരയുടെ പുറത്ത് കാല് കയറ്റി വെക്കുകയാണ്. അപ്പൊ ഇവിടെ റൈറ്റർ എന്താണ് ശരിക്കും റോക്കി എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രേക്ഷകരോട് പറയാനായിട്ട് ശ്രമിച്ചത്? അതായത് ഈ പറയുന്ന നിന്റെ ഈ ബോംബെയിലെ കസേരയൊക്കെ ഇപ്പൊ എന്റെ കാലിന് താഴെയാണ്, ഞാൻ അതിനേക്കാളും ഒക്കെ ഒത്തിരി വളർന്നു എന്നാണ് ശരിക്കും ആ റൈറ്റർക്ക് അവിടെ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് റോക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇത്തരത്തിൽ ഷെട്ടിയോട് പറയേണ്ടത്. എന്നാലും വേണമെങ്കിൽ റോക്കിക്ക് അത് പറയാറുന്നില്ല, ഞാൻ നിന്നെക്കാളും വലിയവനാണ്, എനിക്ക് ഇതിന്റെ ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയാമായിരുന്നു. പക്ഷെ പുള്ളി അത് പറയാതെ ആ പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ആ കസേര എടുത്തിരിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പം അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ കഥയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡയലോഗിലൂടെ പറയാതെ മാക്സിമം ഡയലോഗ് കുറച്ചുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ വിഷ്വലി കാണിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് ആണ് ക്ലിയർ ഒബ്ജക്റ്റീവ് ഫോർ ക്യാരക്ടേഴ്സ്. അതായത് നിങ്ങളുടെ സീനിൽ കുറേയധികം കഥാപാത്രങ്ങൾ വന്നു പോകുമല്ലേ. അപ്പം ഓരോ സീനിലും ഓരോ കഥാപാത്രങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അതായത് വെറുതെ ഒരു സീനിൽ കുറെ കഥാപാത്രങ്ങളെ വെറുതെ പിടിച്ച് ആഡ് ചെയ്യരുത്. ആ സീനിൽ ആ ഒരു കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് യുക്തിപൂർവ്വം മാത്രം ചെയ്യണം.
എന്നാൽ ഇപ്പൊ നിങ്ങളിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി വരുന്ന സമയത്ത് ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ട് ഒരു കഥാപാത്രത്തിന് അവിടെ വരേണ്ടി വന്നു. എന്നാൽ അയാൾക്ക് അവിടെ പർപ്പസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അയാൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അയാളെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടോ, നിങ്ങൾ അയാളെ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എന്നുള്ള രീതിയിൽ അവിടെ നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ പറ്റുന്നതാണ്. ഇനി അങ്ങനെ പറഞ്ഞയക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ നടക്കുന്ന ആ ഒരു ഇൻസിഡന്റ് എന്തായാലും ആ കഥാപാത്രത്തെ നിങ്ങൾക്ക് ഒഴിവാക്കണം. ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല. ലോജിക്കലി അതിനുള്ള റീസൺ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കഥാപാത്രത്തെ അവിടെ നമുക്ക് നിർത്താം. അങ്ങനെയാണെങ്കിൽ ഈ കഥാപാത്രത്തെ നമുക്ക് സി എന്ന് പറയാമില്ലേ. അപ്പൊ ഈ സി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി എയും ബിയും തമ്മിലാണ് കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ സിയെ നിങ്ങൾക്ക് അവിടെ സൈലന്റ് ആക്കി നിർത്താൻ പറ്റുന്നതാണ്. അങ്ങനെ സൈലന്റ് ആക്കി നിർത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നുകിൽ നിങ്ങൾ ഈ എയും ബിയും തമ്മിൽ നടക്കുന്ന ആ ഒരു പ്രശ്നത്തിനിടയിൽ സിയെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു സാക്ഷിയാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഈ സംഭവത്തിനിടയ്ക്ക് നിങ്ങൾക്ക് സിയുടെ റിയാക്ഷൻസ് കാണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എയും ബിയും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ സി എന്ന് പറയുന്ന കഥാപാത്രത്തിന് അവിടെ റോളൊന്നുമില്ല. എന്നാൽ ആ ഒരു കഥാപാത്രത്തെ ആ ഒരു സീനിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അവിടെ ആ പറയുന്ന സി എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സാക്ഷിയാക്കാനായിട്ട് പറ്റുന്നതാണ്. അതായത് എ ബിയെ കൊല്ലുകയാണെങ്കിൽ അത് മറഞ്ഞു നിന്ന് കാണുന്ന ഒരു ക്യാരക്ടറായിട്ട് സിയെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ സീനിലും ഓരോ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അത്തരം പർപ്പസ് ഇല്ലാത്ത ക്യാരക്ടേഴ്സിനെ ഒഴിവാക്കുക. അടുത്ത പോയിന്റാണ് ഡൈനാമിക് ഡയലോഗ്. അതായത് നിങ്ങളുടെ തിരക്കഥയിൽ ഓരോ സീനിലും നല്ല നല്ല ഡയലോഗുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഡയലോഗ് പ്രേക്ഷകർ ഡിസ്കസ് ചെയ്യുകയും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നല്ല ഡയലോഗ് എഴുതേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ സീനിലെ ഓരോ ഡയലോഗുകളും ഇത്തരത്തിൽ നിങ്ങളുടെ സീനിന്റെ പർപ്പസ് എന്താണോ അതിലേക്ക് എത്തിച്ചേരുന്ന ഡയലോഗ് ആയിരിക്കണം. അതായത് സീനിന്റെ പർപ്പസ് എന്താണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഡയലോഗ് ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഡയലോഗ് തുടങ്ങുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് റാൻഡം ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ഡയലോഗ് തുടങ്ങാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു സീൻ തുടങ്ങാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവഞ്ച്വലി ആ ഒരു ഡയലോഗും ആ ഒരു സീനും എല്ലാം തന്നെ അതിന്റെ പർപ്പസ് എന്താണോ അതിലേക്ക് എത്തിച്ചേരണം. ഇനിയിപ്പോൾ ഡയലോഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു കഥാപാത്രം വോക്കലി അത് പറയേണ്ട ആവശ്യമില്ല. ഒരു സൈലൻസിലൂടെ പോലും ഒരു ഡയലോഗ് ഒരു കഥാപാത്രത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളത് സങ്കല്പിക്കുക. അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം തന്റെ ഫ്ലാറ്റിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ജസ്റ്റ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. അദ്ദേഹം തുറക്കുന്ന സമയത്ത് വൈ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഇത്തരത്തിൽ എക്സും വൈയും തമ്മിൽ നേരത്തെ പരിചയമുള്ളതാണ്. അപ്പം അകത്തേക്ക് വന്നിരിക്കുന്നു. അപ്പം എക്സ് വൈയോട് ചോദിക്കുകയാണ്, അതായത് നീ എന്തിനാണ് ഇപ്പൊ വന്നത്? നമ്മൾ സാധാരണ എല്ലാ ദിവസവും കാണുന്നതല്ലേ, രാവിലെ കൂടെ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ, എന്ത് പറ്റി പെട്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം വൈ മറുപടിയോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വൈ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. എക്സ് പിന്നെയും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വൈ ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ എക്സ് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണുകയാണ് വൈയുടെ കയ്യിൽ ഒരു ഗൺ ഇരിക്കുന്നതായിട്ട്. അപ്പൊ തന്നെ ആ ഒരു സൈലൻസിന് ആൻസർ ഉണ്ട്, എന്തിനാണ് വൈ അവിടെ എക്സിനെ കാണാൻ വന്നത്. അപ്പൊ ആ ഒരു മൂഡ് മനസ്സിലായില്ലേ. അപ്പൊ അവിടെ ശരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു സൈലൻസ് വ്യക്തമാക്കുന്നുണ്ട് വൈ വന്നിരിക്കുന്നത് എക്സിനെ കൊല്ലാനാണെന്ന്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡയലോഗുകളെ നിങ്ങൾക്ക് മാറ്റിമറിക്കാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് ആ ഒരു സീനിന്റെ എൻ്റയർ മൂഡും മാറുന്നതാണ്. അപ്പൊ എൻ്റർ ലേറ്റ് എക്സിറ്റ് ഏർലി എന്ന് പറയുകയാണെങ്കിൽ ഒരു സീനിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത്, ഒരു സീൻ എഴുതി തുടങ്ങുന്ന സമയത്ത് ആ ഒരു സീനിലേക്ക് വളരെ സാവധാനമായിരിക്കണം കാര്യങ്ങൾ നിങ്ങൾ ഇൻപുട്ട് കൊടുത്ത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ച് വരേണ്ടത്. എന്നാൽ എപ്പോഴാണോ നിങ്ങൾ ആ ഒരു സീനിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു സീൻ നിർത്തണം. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സീൻ കണ്ടു തുടങ്ങുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അറിയില്ല. അതായത് ആ സീനിനകത്ത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എവിടേക്കാണ് ആ സീനിന്റെ പർപ്പസ് എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയില്ല. അപ്പൊ ആ ഒരു സീനിന്റെ പർപ്പസിലേക്ക് പതുക്കെ പ്രേക്ഷകരെ കൊണ്ടുവന്ന് സീനിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി പർപ്പസ് അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സീൻ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. കാരണം എന്താണ് ആ സീൻ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ ഒരു സീൻ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സീൻ നിങ്ങൾ കട്ട് ചെയ്ത് നിർത്തേണ്ടതാണ്. എന്നിട്ട് അടുത്ത സീനിലേക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ അടുത്ത സീൻ എത്തി അവിടെ വീണ്ടും നിങ്ങൾ ഇത്തരത്തിൽ എന്താ എൻ്റർ ലേറ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും അടുത്ത സിറ്റുവേഷൻ എന്താണ്, അടുത്ത സീനിന്റെ പർപ്പസ് എന്താണ് അതിലേക്ക് പോകണം അല്ലേ. അപ്പോൾ വീണ്ടും നിങ്ങൾ പതുക്കെ അതിലേക്ക് സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പ്രേക്ഷകൻ ആ സമയം കൊണ്ട് ഒരു ക്ലാരിറ്റി കിട്ടണം. ആ നോക്കി കഴിഞ്ഞ സീനിൽ ഇന്നതൊക്കെയാണ് നടന്നത്, ഇന്നതൊക്കെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുകയാണ്. അവർ പിന്നെ അടുത്ത സീനിലേക്ക് നോക്കിയിരുന്നിട്ട് എന്താണ് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കും. അവിടെ നിങ്ങൾക്ക് ആ പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു സീൻ പ്രേക്ഷകനെ കണ്ടു, പ്രേക്ഷകൻ ഒന്ന് മനസ്സിലാക്കാനുള്ള ടൈം എടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് പ്രേക്ഷകൻ വന്നു, അതും കുറച്ച് ടൈം എടുത്ത് അവർ മനസ്സിലാക്കുന്നു, അടുത്ത സീനിലേക്ക് പോവുകയാണ്. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു സമയം നിങ്ങൾ പ്രേക്ഷകന് കൊടുത്തില്ലെങ്കിൽ, അതായത് ഉദാഹരണത്തിന് ഇത്തരത്തിൽ നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ടൊന്നും എൻ്റർ ചെയ്യാതെ നിങ്ങളുടെ സീനിന്റെ പർപ്പസ് എന്താണോ അത് പെട്ടെന്ന് തന്നെ റിവീൽ ചെയ്തിട്ട് അടുത്ത സീനിലേക്ക് പോവുകയാണെങ്കിൽ, അടുത്ത സീനിലും അങ്ങനെ പെട്ടെന്ന് തന്നെ റിവീൽ ചെയ്തിട്ട് അടുത്ത സീനിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒന്നോ രണ്ടോ സീൻ മനസ്സിലാവും, മൂന്നാമത്തെ സീൻ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് സംഭവിച്ചത് അവിടെ. അപ്പോൾ ആ ഒരു ടൈം അവരുടെ ഹ്യൂമൻ ബ്രെയിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ടൈം നിങ്ങൾ ഇട്ട് കൊടുക്കുക. അവിടെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രാമ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സീനിന്റെ സ്റ്റാൻഡേർഡ് ടൈം പറയുകയാണെങ്കിൽ
ഒരു 90 സെക്കൻഡ് ഒക്കെ വരെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ഒരു സീനെ ലേറ്റായിട്ട് വലിച്ച് കൊണ്ടുപോകാം. അങ്ങനെ ആ ഒരു 90 സെക്കൻഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സീനിന്റെ പർപ്പസ് എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സീനിന്റെ പർപ്പസ് എന്താണെന്നും പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരു മാക്സിമം ഒരു 30 സെക്കൻഡ് വരെ ആ ഒരു സീനെ പിന്നെയും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയതിനു ശേഷം അതവിടെ നിർത്താൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇമാജിനറി സിറ്റുവേഷൻ പറയാം. അതായത് നിങ്ങൾ പെട്ടെന്നൊന്ന് സങ്കല്പിക്കുക. അതായത് ഒരു കോടതി. ആ ഒരു കോടതിയിലുള്ള ഒരു വക്കീലിനെ കാണാനായിട്ട് ഒരു ഹസ്ബൻഡ് വരികയാണെങ്കിൽ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ വൈഫിന് ഇത്തരത്തിൽ മറ്റൊരു അഫെയർ ഉണ്ടെന്നും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഡിവോഴ്സ് വേണമെന്നും. അപ്പോൾ നമ്മുടെ വക്കീൽ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? എന്തെങ്കിലും തെളിവോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ആ ഒരു സംശയമുണ്ട്. പലരെയും ഫോൺ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആരോ ഉണ്ടെന്ന് അറിയാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ വക്കീൽ ചോദിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ വൈഫിന്റെ പേരെന്താണ്? വൈഫ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ വക്കീലിന് മനസ്സിലാകുന്നത് വക്കീലാണ് ഈ പറഞ്ഞ വൈഫിന്റെ കാമുകനെന്ന്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സീനെങ്കിൽ ഇതിന്റെ പർപ്പസ് എന്തായിരിക്കും? അതായത് ഈ ഒരു അഡ്വക്കേറ്റ് ആരാണെന്നും ഇയാളുടെ സ്വഭാവം എന്താണെന്നും ഇയാൾ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതായത് ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് കാണിക്കുക എന്നതാണ് ഈ ഒരു സീനിന്റെ പർപ്പസ് അല്ലേ. എന്നാൽ അതാണ് പർപ്പസ് എങ്കിൽ അങ്ങനെ കാണിച്ചാൽ പോരുന്നത് അത് ഈ ഒരു വക്കീലും ഈ ഒരു ഇയാളുടെ ഭാര്യയും തമ്മിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കുന്നതോ അങ്ങനെ കാണിച്ചുകൊണ്ട് ആ സീൻ തുടങ്ങിയാൽ പ്രേക്ഷകർക്ക് പറയാൻ പറ്റില്ല ഈ വക്കീലും ഇവരും തമ്മിലാണ് ഇത്തരത്തിൽ റിലേഷൻ ഉള്ളതാണ്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ അങ്ങനെ കാണിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആണ് അല്ലെങ്കിൽ പ്രേക്ഷകർ കുറച്ചുകൂടെ കണ്ടുകൊണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് മറ്റൊരു കഥാപാത്രം വന്നിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതായത് പ്രേക്ഷകർ ഒരിക്കലും വിചാരിക്കാൻ പോകുന്നില്ല അതായത് ഈ ഒരു വക്കീലാണ് ഇത്തരത്തിൽ അയാളുടെ ഈ ഒരു വൈഫിന്റെ കാണുന്നത് പ്രേക്ഷകർ ഒരിക്കലും വിചാരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആ ഒരു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആ ഒരു പർപ്പസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറേ കറങ്ങി ലേറ്റ് ആയിട്ടാണ് ആ പർപ്പസിൽ എത്തിയത്. ആ ഒരു പർപ്പസിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിൽ വക്കീല് ഓക്കെ ശരി നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ആ ഒരു സീനോടെ അവസാനിപ്പിക്കും. അപ്പൊ ഇത്തരത്തിൽ ലേറ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ സിനിമയിൽ നിന്ന് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ചിത്രമായിരിക്കും നരസിംഹം എന്ന് പറഞ്ഞില്ലേ. അപ്പം നരസിംഹം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലേ, അതായത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു സീൻ. ആ ഒരു സീനിന്റെ പർപ്പസ് എന്താണ്? അതായത് ഇത്തരത്തില് ആ ഒരു സീന് രണ്ട് പർപ്പസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇത്തരത്തില് മോഹൻലാലിന്റെ ആ ഒരു ഇന്ദുചൂടൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ഇത്തരത്തിൽ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതായത് ആരാണ് ഇന്ദുചൂടൻ, അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നുള്ള ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ മണപ്പള്ളി പവിത്രനെ ആ ഒരു സ്ഥലത്ത് എത്തിക്കാതെ തടയുക എന്നുള്ളത്. അപ്പം ആ ഒരു സീനിന്റെ പർപ്പസ് എന്റെ പർപ്പസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ദുചൂടൻ ആരാണ്, എന്താണ് പുള്ളി, എന്തിനത് തടയുന്നു എന്നൊക്കെ ആ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്രേക്ഷകന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ദുചൂടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ ഒരു സീൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അവിടെ കുറെ ആൾക്കാർ തമ്മിൽ കുറെ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതൊന്നും നടക്കാതെ തന്നെ വേണമെങ്കിൽ അവർ വന്നപ്പോൾ തന്നെ നേരെ ഇന്ദുചൂടൻ എഴുന്നേറ്റ് വന്നിട്ട് തടഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അതൊരിക്കലും എൻ്റർ ലേറ്റ് ആവുകയില്ലേ. അപ്പം വളരെ ലേറ്റ് ആക്കിയിട്ട് അതായത് ഒരു എല്ലാ ആൾക്കാരും വന്ന് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വളരെ ലേറ്റ് ആയിട്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം അവിടെ വരുന്നത്. അപ്പം ആ ഒരു എന്താ പറയാ ആ ഒരു ലേറ്റ് അവിടെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ആ ഒരു പർപ്പസ് കഴിഞ്ഞു, അതായത് തടഞ്ഞു കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞ സമയത്ത് ആ ഒരു സീൻ അവിടെ പെട്ടെന്ന് തന്നെ തീരുകയാണ്. പിന്നെ അവിടെ ആ സീനിന്റെ പർപ്പസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഏതൊരു സീൻ എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിൽ വളരെ ലേറ്റ് ആയിട്ടായിരിക്കണം ആ ഒരു നീളിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ എളുപ്പത്തിലായിരിക്കണം. അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തിരക്കഥയിൽ എത്ര സീനുകൾ എഴുതിയാലും ആ സീനുകളെല്ലാം തന്നെ ഈ 6 കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തി നിങ്ങൾ അത് ബെറ്റർ ആയി എഴുതാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തിരക്കഥ എന്ന് പറയുന്നത് അടിപൊളിയാകുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും